തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അച്ഛാ, ഈ ആന്റി എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. അതിനച്ഛൻ വഴക്കൊന്നും പറയില്ല. മോൾ എന്റെ കുഞ്ഞല്ലേ. അപർണ ഇറങ്ങുന്നില്ലേ? ഇല്ല, ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെ കാത്തുനിന്ന് വിഷമിച്ചു അല്ലേ? എന്നാ ഞാൻ എന്താ നിന്റെ ഭാവം? മനസ്സിലായില്ല. നിനക്കത് മനസ്സിലാവാത്തോണ്ടാ ചോദിക്കുന്നത്. ഊരും പേരും അറിയാത്തൊരു സ്ത്രീയോടൊപ്പം എന്തറിഞ്ഞിട്ടാ ഈ അടുപ്പം? കണ്ണി കണ്ടവരോടൊപ്പം എന്തിനായി കറക്കം? തീർന്നോ ചോദ്യങ്ങള്? ആ സ്ത്രീ ആരായാലും നിങ്ങൾക്കെന്താ? പിന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾക്കെന്താ അവകാശം? ഈ ഒരു താലിച്ചരടിന്റെ പിൻബലത്തിലാണെങ്കിൽ അതിന് വേണ്ട. ഇതിപ്പോ എനിക്ക് വെറും അലങ്കാരം മാത്രമാ. അതും വലിച്ചെറിയും വല്ലാതെ ഭരിക്കാൻ വന്ന. ഞാൻ കറങ്ങിയത് സ്ത്രീയോടൊപ്പം അല്ലേ, കണ്ണി കണ്ട പുരുഷന്മാരോടൊപ്പം അല്ലല്ലോ. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ടാവാ മറ്റുള്ളവരെ നന്നാക്കല്. കുറെ നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലും ആലോചിക്കാരി. എങ്ങോട്ട് മാറിയെന്നാലും സ്വന്തം മനസ്സും അതിനുള്ള പ്രശ്നങ്ങളും ഒപ്പം കൊണ്ടുപോയല്ലേ പറ്റൂ. അപ്പൊ പിന്നെ സ്വസ്ഥത കിട്ടുമോ ഗോപ? ഒരിക്കലും എങ്ങും എത്താത്തൊരു അലച്ചിൽ, ഒടുവിൽ എവിടെയെങ്കിലും വീണ് അനാഥ ശവം എന്നൊരു പത്രവാർത്തയിൽ എല്ലാ വേദനകളും അവസാനിച്ചു കിട്ടില്ലേ? ഈ മനസ്സൊന്നും മാറ്റി തൻ്റെ അടുത്തോടെ ജീവിതത്തെ നേരിട്. വരുന്നത് എന്തും വരട്ടെ, അതൊക്കെ അതിൻ്റെ വഴിയെ പൊയ്ക്കോളും. ഒരിക്കലും അങ്ങനെയൊക്കെ ജീവിച്ചതാ. പക്ഷേ അപ്പൊ പിന്നെ ആ പഴയ മനസ്സൊന്ന് ഉണർത്തിയെടുത്താൽ മാത്രം മതി. ഇപ്പൊ എന്ത് വെറുപ്പ് കാണിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നത് സത്യം. പക്ഷേ അതിപ്പോഴും ഗോപനോട് ഉള്ളിൽ സ്നേഹമുള്ളതുകൊണ്ടാവില്ലേ? നമുക്കൊരു ഇഷ്ടവും തോന്നാത്തൊരാളെ നമ്മൾ ശകാരിക്കൂ? അയാൾ ഏത് വഴി പോയാൽ നമുക്കെന്താ? ഇതിപ്പോ ഉള്ളിലെ സ്നേഹത്തിന്റെ പൊട്ടിത്തെറിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഗോപനെന്ന് ആലോചിച്ച് നോക്കി, എല്ലാം ശരിയാവും.
വേണ്ട വേണ്ട, താനിരിക്കും. അവിടെ ഇരുന്ന് ബോറടിച്ചോണ്ട് ഇറങ്ങിയതാ. ഏതുവരെ ആയടോ? ഇനിയും കുറെ ഉണ്ട് സർ. പെട്ടെന്ന് തീരും. വേണി നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലേ? എന്താ സർ? അല്ല, എന്തോ ഒരു പ്രാണി. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, തുറന്നോളൂ. കൈയെടുക്ക്. എന്താ ഇത്? ഇവിടെ ഇപ്പൊ നമ്മള് മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് തൊട്ടൂന്ന് വെച്ചാ എന്താ? എന്ത് വിചാരിച്ചു നീ? നീ എന്റെ തോളത്ത് കൈവയ്ക്കുമ്പോ വേണി അങ്ങ് മയങ്ങി പോകുന്നോ? അതോ നിന്റെ പണവും പത്രാസും കണ്ട് കൺവഴിച്ചു പോകുന്നോ? അഴിഞ്ഞാട്ട ക്ലബുകളിൽ തെരുവ് പെണ്ണിന്റെ തോളത്ത് കൈയിട്ട് ചേർത്ത് നിർത്തി അഴിഞ്ഞാടുന്ന നിനക്കൊക്കെ ആത്മാഭിമാനമുള്ളവരെ തിരിച്ചറിയാനാവില്ല. പെണ്ണിന്റെ മാനം ചീന്തി എറിയുന്ന ഹോബി ഈ വേണിയോട് വേണ്ട. ഇവിടെ ഇപ്പൊ നമ്മളല്ലേ ഉള്ളൂന്ന് ഇയാള് പറഞ്ഞതാങ്കിൽ എന്നോട്. ആരും അറിയില്ലെങ്കിൽ ഉടുപുടവെ അഴിച്ചു തരും ഏത് പെണ്ണൊന്നുള്ള ആ ധാരണയുണ്ടല്ലോ, അത് ഞാൻ തിരുത്തും. നിന്റെ ശല്യം കാരണം ഈ ജോലി തന്നെ വേണ്ടാന്ന് ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചിരുന്നതാ. ഇനി അതുണ്ടാവില്ല. അഭിമാനമുള്ള പെണ്ണ് തൊട്ടാ പൊള്ളുന്ന അഗ്നിയാണെന്ന് നിനക്ക് മനസ്സിലാക്കിയിട്ട് ഈ വേണി ഇവിടുന്ന് പോവും. വരട്ടെ എങ്കിലേ. മിസ്റ്റർ മോഹനേന്ദ്രൻ, കഷ്ടം. പെണ്ണിന്റെ കൈക്കരുത്തറിഞ്ഞപ്പോ സമാധാനമായി അല്ലേ? മറന്നുവെച്ചുപോയ അനാഥാലയത്തിന്റെ പുസ്തകം തിരിച്ചെടുക്കാൻ കയറിയത് കൊണ്ട് ഇതൊക്കെ കാണാൻ ഇടയായി. നന്നായിട്ടൊന്ന് അഭിനയിക്കാൻ പോലും അറിയില്ലല്ലോടാ കഴുതേ നിനക്ക്. ആ കമ്പനിയില് നിന്റെ സ്ഥാനം എന്താണെന്ന് ഓർത്തോ നീയ്? 4 ആൾ അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ച് ചിന്തിച്ചോ നീയ്? അതെങ്ങനെ? അർഹിക്കാതെ കിട്ടിയ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോ ഇതൊക്കെ ഓർക്കാൻ എവിടെ സമയം? ഇതിന്റെ ഒരു സ്മെല്ല് MRCക്ക് കിട്ടിയാലുള്ള സ്ഥിതി നിനക്കറിയോ? അവളിത് അറിയിക്കില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അറിയിച്ചാൽ അവൾക്ക് നേട്ടേ ഉണ്ടാവൂ. ഞാനങ്ങനെ ഒന്നും പറയണ്ട. അത്രയൊന്നും ചിന്തിച്ചില്ല ഞാൻ. ഇനി അധികം ചിന്തിക്കണ്ട. പറ്റിപ്പോയതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവളോട് മാപ്പിരക്ക്. അധികം ആരും അറിയാതിരിക്കാൻ ഇനി അതാ നല്ലത്.
എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, ഇനി അതേ വഴിയുള്ളൂ. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം. മനസ്സിലായോ നിനക്ക്? വേണി പ്ലീസ്. സോറി, ഇന്നലെ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാ. ഒരുപക്ഷേ അത് മനസ്സിലെ ഇഷ്ടം കൊണ്ടായിരിക്കാം. വേണ്ട, ഒരുപാടൊന്നും പറയണ്ട. സോറി പറച്ചിൽ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ എനിക്കൊന്ന് പോകായിരുന്നു. വേണി ഇപ്പോഴും പരിഹസിക്കുകയാണല്ലേ? ഞാൻ മനസ്സിൽ തട്ടി തന്നെയാ പറയുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു. ദയവ് ഇത് വേണി ഇത് ആരോടും പറയരുത്. നാണം കെട്ട വർത്തമാനം പറഞ്ഞു നടക്കുന്നത് അന്തസ്സെന്ന് കരുതുന്നവളല്ല സർ ഞാൻ. പോട്ടെ. ഛേ, ഞാൻ കരുതി ഇനി വല്ല പിരിച്ചുവിടൽ ഭീഷണിയും. അതിനുള്ള തന്റെ ഒന്നും അയാൾക്കില്ല. തന്റെ ഇടമല്ലല്ലോ മോളെ, അവിവേകമല്ലേ ഇവറ്റയുടെ കൈമുതൽ. എന്ത് ചെയ്യും എന്ന് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും മോള് കുറെ കൂടി ജാഗ്രത പാലിക്കണം. നോവിച്ച വിട്ട പാമ്പ് തക്കം പാർത്തിരിക്കുമെന്ന് പറയും. ശ്വാസത്തിൽ പോലും വിഷമമിക്കുന്ന ജാതികളാ ഇതൊക്കെ. ആജ്ഞാനവൃത്തികൾ ഉണ്ടല്ലോ ഏറെ. അവരൊക്കെ ജീവിക്കാൻ വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്നവരല്ലേ? എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം മോളെ, ചതിയന്മാരാ. അറിയാം, ഒരു പെണ്ണിനെ ഒതുക്കാൻ ഒരു നിമിഷം മതി അവർക്ക്. എന്നാലും എനിക്ക് പേടിയില്ല. എന്നായാലും മരണം ഉറപ്പല്ലേ? അതുവരെ അഭിമാനത്തോടും തന്റെ അടുത്തോടും കൂടി തന്നെ ഈ വേണി ജീവിക്കും. അങ്കിളുടെ ട്രാൻസാക്ഷൻ ഒക്കെ നേരത്തെ കഴിഞ്ഞോ? കൊടുക്കൽ വാങ്ങലുകള് അത് ബാങ്കുകാരോടായാലും മറ്റാരോടായാലും അപ്പോഴപ്പോഴേ തീർക്കുന്നതാ എന്റെ ഒരു രീതി. ആ ഒരു രീതിയാ നമ്മുടെ വേണിക്കും. മിടിക്കുക കുട്ടി. അങ്കിൾ പ്ലീസ് ഒന്ന് പതുക്കെ പറ. ഞാനതിന് നീ അവളെ കയറി പിടിച്ചതോ അവൾ നിന്റെ കരണത്തൊന്ന് പൊട്ടിച്ചതോ അല്ല ഉദ്ദേശിച്ചത്. അവളുടെ ഓഫീസ് ഡ്യൂട്ടിയെ കുറിച്ചാ. എനിക്ക് എന്തോ എന്റെ സമയത്തിന്റെ ആയിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. ബുദ്ധിമോശോ? നിനക്കല്പം ബുദ്ധി കൂടിപ്പോയതാ അപകടം. എല്ലാ പെണ്ണുങ്ങളെയും ഒരേ കണ്ണിൽ കാണരുത്. പിന്നെ MRC ഇവിടെ ഇല്ലാത്തത് നിന്റെ നല്ല കാലം. ഉണ്ടായിരുന്നെങ്കിലേ വിത്തിൻ സെക്കൻഡ്സ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേനെ. അങ്കിളെ ദേവി ഇത് ഇക്കാര്യം അമ്മാവനെ അറിയിക്കരുത്. അങ്ങനെയെന്നല്ല, ആരെ അറിയിക്കാൻ കൊള്ളില്ല. പുറത്തറിഞ്ഞ നാറ്റക്കേസാ. സംഗതി സ്ത്രീപീഡനമാ. അവളൊന്ന് കംപ്ലൈന്റ് ചെയ്താ അന്നേരം പൊക്കും. പിന്നെ ജാമ്യം പോലും കിട്ടില്ല. നിനക്ക് നാണോ മാനോ ഇല്ലെങ്കിലും കമ്പനിക്കൊരു അന്തസ്സും അഭിമാനവും ഉണ്ട്. അത് കാറ്റിൽ പറത്താൻ മാമ്പിളേ കിട്ടില്ല. അതുകൊണ്ട് നീ തൽക്കാലം രക്ഷപ്പെട്ടു. ഞാൻ വേണിയോട് മാപ്പ് പറഞ്ഞു. നീ ആയതുകൊണ്ട് അത് ഞാൻ വിശ്വസിക്കില്ല. ആ മാപ്പ് പറച്ചിലിന്റെ പിന്നില് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. എന്താ അങ്കിൾ ഇത്? അങ്കിൾ എന്നെ അങ്ങനെ കാണുന്നത്? ഇന്നും ഇന്നലെ അല്ലല്ലോ മോനെ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത്. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക്. വാശി തീർക്കാൻ പോയാൽ അത് നിന്റെ നാശത്തിനാ. MRC ഗ്രൂപ്പിൽ മാന്യമായൊരു കസേര നിന്റെ അമ്മാവൻ നിനക്ക് തന്നിട്ടുണ്ട്. നീയായിട്ട് അത് തട്ടിത്തെറിപ്പിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എടോ കടൽ കിഴവ, അമ്മാവന്റെ നിഴല് കണ്ട് വല്ലാതെ അഹങ്കരിക്കണ്ട. തന്റെ നിഴല് കണ്ട അവളും. രണ്ടുപേർക്കും പണി തന്നേ മോഹനേന്ദ്രൻ അടങ്ങും. കാവലിന് എന്തായാലും തന്റെ വീട്ടില് പട്ടി വളർത്തണ്ട. വളർത്തുനായെ പോലെ ചുരുണ്ടുകൂടി കിടപ്പുണ്ടല്ലോ. ചേച്ചിയുടെ സംബന്ധക്കാരാന്നും പറഞ്ഞൊരെണ്ണം.
പണ്ടായിരുന്നെങ്കിൽ പാത്തും പതുങ്ങിയെങ്കിലും തന്റെ വീട്ടിലേക്ക് വരായിരുന്നു. ഇപ്പൊ അതിനും പറ്റാതായി. കടിക്കില്ലെങ്കിലും പേരിന് കുരയ്ക്കാനുണ്ടല്ലോ ഒരു ചാവാലി. എനിക്കയാളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ചേച്ചിക്കാണെ ഒട്ടും ഇഷ്ടല്ല. ആട്ടി വിട്ടാലും പോയില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? ശല്യം. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നാണോ ആവില്ലേ അയാൾക്ക് ഭാര്യ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കാൻ? അതിപ്പോ നാണോ മാനോ ഉള്ളവരുടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പേരിന് അമ്മുക്കുട്ടിയുടെ അച്ഛനായി പോയില്ലേ. ആ ഒരു വീക്ക്നെസ് മുതലെടുത്താ അവിടെ കാലം കഴിക്കാൻ പ്ലാൻ. ആ ഒരു പ്ലാൻ നമുക്കൊന്ന് പൊളിച്ച് കൈ കൊടുക്കണ്ടേ? എങ്ങനെ? താനൊന്ന് കിണഞ്ഞ് ശ്രമിച്ച പുഷ്പം പോലെ സാധിക്കാവുന്നതേ ഉള്ളൂ. ഞാനോ? തന്നെ പോലെ മിടുക്കി വേറെ ആരാ ഉള്ളത്? വേണിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ച് കളയാനുള്ള ബുദ്ധി മറ്റാരും പറഞ്ഞു തന്നല്ലോ. അത് തന്റെ തല നുദിച്ചല്ലേ. അതുപോലൊരു ബുദ്ധി ആ ഗോപന്റെ കാര്യത്തിലും താൻ കാണിക്കണം. എന്ത് ബുദ്ധി? പറയാം. ഗോപേട്ട, ഗോപേട്ട. നന്ദിനി, നന്ദിനി, നന്ദിനി. നന്ദിനി ഒന്ന് എഴുന്നേറ്റേ. നന്ദിനി ഒന്ന് എഴുന്നേൽക്കാൻ. ഓഹോ, ഗോപേട്ടന് ചായ വേണ്ടേ? പതിവില്ലാതെ എന്താ ചായം കൊണ്ട് ഇങ്ങനൊരു വരവ്? പതിവില്ലാത്ത കാര്യങ്ങളല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറ്. നീ എന്താ പറഞ്ഞു വരുന്നത്? പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച്. എനിക്കൊന്നും മനസ്സിലായില്ല. അതിപ്പോ മനസ്സിലാക്കി തരാം.